ഗൈസ്, ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി കണ്ടാലോ. ഫസ്റ്റ് ഒരു കുഞ്ഞുരുളി വെച്ചിട്ട് നമുക്ക് അതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒഴിച്ചു കൊടുക്കാം, ബട്ട് എൻ്റെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതേ നെയ്യിലോട്ട് തന്നെ നമുക്കൊരു സവാള അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാള നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലിടാനുള്ളതാണ്, എന്നാലാണ് അതിൻ്റെ ഫ്ലേവർ വരുത്തുള്ളൂ. ഒരു ഹാഫ് ഫ്രൈ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കളറിനും പിന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാനുമാണ്. നന്നായിട്ട് ഫ്രൈ കഴിയുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും പിന്നെ ഇച്ചിരി നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യും സൺഫ്ലവർ ഓയിലും നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്കയാണ്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലൊരു ഹാഫ് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി നമ്മുടെ ഈ സവാള പെട്ടെന്ന് വഴണ്ടിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓവറായിട്ട് അങ്ങോട്ട് വഴവണ്ട. അതിന് മുമ്പ് തന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ജീരകശാല അരി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റ് വറുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തിളച്ച വെള്ളം ഒഴിക്കണം. 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ ഞാനിപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുള്ളതുകൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കൊരു ഫ്ലേവറിന് നാരങ്ങനീര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനൊപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ റൈസ് കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും പിന്നെ നമ്മൾ നേരത്തെ വറുത്തിട്ടുണ്ടായിരുന്ന സവാളയും കിസ്മിസൊക്കെ ഇട്ടെടുത്ത് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി സിമ്പിൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ ഒപ്പമോ അല്ലെങ്കിൽ വെറുതെ സാലഡോ അച്ചാറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വേറൊരു വീഡിയോ ഇട്ട് വരുന്നത് വരയ്ക്കും. ബൈ.